തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഏപ്രിൽ 4-ന് കൊടിയേറും. ഉത്സവം ഏപ്രിൽ 13 വരെ തുടരും. പ്രശസ്തരായ 500ഓളം കലാകാരന്മാർ തിരുവുത്സവത്തോടനുബന്ധിച്ച് വേദിയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ ഊട്ടുമുണ്ടായിരിക്കും. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഏപ്രിൽ 4-ന് കൊടിയേറും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രിമുഖ്യൻ ആമല്ലൂർ കാവനാട് വാസുദേവൻ നമ്പൂതിരി തിരുവുത്സവത്തിന് കൊടിയേറ്റുമെന്ന് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 13-ന് ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന്റെ സമാപനം. ഇക്കൊല്ലം മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനം ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മുതൽ വലിയ പാലം, ഭീമ ജംഗ്ഷൻ, പുളിമൂട്ടിൽ കവല, മുനിസിപ്പൽ ജംഗ്ഷൻ, പാർക്ക് തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും ദീപാലങ്കാരങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ സർക്കാർ വകുപ്പുകളും നഗരസഭയും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഉത്സവത്തിന് ആവശ്യമായ എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഉപദേശക സമിതി അംഗങ്ങൾ അറിയിച്ചു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കൊല്ലം വാദ്യ കലകൾക്ക് പ്രത്യേകിച്ച് മേളത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിലെ പ്രശസ്തരായ മേളപ്രമാണിമാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മേളമാണ് നമ്മൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടെ തന്നെ ഈ കൊല്ലം നമ്മൾ എല്ലാ ദിവസവും രാത്രി അന്നദാനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കലാകാരന്മാർ ഈ പ്രാവശ്യം തന്നെ ഏതാണ്ട് 500-ലധികം കലാകാരന്മാരാണ് 10 ദിവസമായി പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ 7-8 ഉത്സവത്തിന് 7-ാം ഉത്സവത്തിന് നമ്മൾ സുപ്രസിദ്ധ സിനിമാ താരം ആശാശരത്തിന്റെ ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉത്സവ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 101 പേരടങ്ങുന്ന സ്വാഗത സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. സുപ്രസിദ്ധ സിനിമാ താരം ആശാശരത്തിന്റെ ഡാൻസും മധു ബാലകൃഷ്ണന്റെ ഭക്തിഗാനമേളയും ഉണ്ടായിരിക്കും. 500-ലധികം കലാകാരന്മാർ 10 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ വേദിയിൽ അണിനിരക്കും. കേരളത്തിലെ പ്രശസ്തരായ വാദ്യകലാകാരന്മാരുടെയും മേളപ്രമാണിമാരുടെയും ടീമുകൾ തന്നെ ഈ വർഷം ഉത്സവത്തിന് അണിനിരക്കും. ഒപ്പം പ്രാദേശിക കലാകാരന്മാർക്കും പരിപാടി നടത്തുവാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. 9-ാം ഉത്സവ നാളിൽ രാവിലെ 9 മണി മുതൽ ദർശന പ്രാധാന്യമുള്ള ഉത്സവ ബലി ദർശനത്തിന് ആയിരക്കണക്കിന് ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉപദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു. ദർശനത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടും വഴിപാടായി നടത്തും. കേരളത്തിലെ അറിയപ്പെടുന്ന 3 ഗജവീരന്മാർ അണിനിരക്കുന്ന 10 ദിവസത്തെ ഉത്സവാഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഉപദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം രക്ഷാധികാരി കെ പുഷ്പാങ്കദൻ, ക്ഷേത്രം മാനേജർ ബി ഇന്ദിര, ഉപദേശക സമിതി അംഗങ്ങളായ സി കൃഷ്ണൻ, KR വേണു, ബി വിജയകുമാർ, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് എന്നിവർ പങ്കെടുത്തു.